Okay, students, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ചാർജിൻ്റെ ബേസിക് കൺസെപ്റ്റുകളും പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി. അതിലെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകളും പ്രോബ്ലംസ് എല്ലാം ചെയ്തു. ഇനി ആ ഒരു സെക്ഷനിൽ വരുന്ന ഒരു സിമ്പിൾ ഏരിയ ഉണ്ട്. ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാർജിൻ്റെ ഇൻട്രൊഡക്ടറി ഏരിയ കംപ്ലീറ്റ് ആകും. സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് ഇതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ അപ്പാരറ്റസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സിമ്പിൾ അപ്പാരറ്റസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ഓൺ എ ബോഡി. ഏതെങ്കിലും ഒരു ബോഡി ചാർജ്ഡ് ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചാർജിൻ്റെ എക്സാക്റ്റ് മാഗ്നിറ്റ്യൂഡ് ഒന്നും അറിയാൻ പറ്റില്ല. എന്നാലും ചാർജിൻ്റെ സ്ട്രെങ്തിനെ കുറിച്ച്, അത് മൈന്യൂട്ട് ചാർജസ് ആണോ അതോ സ്ട്രോങ് ചാർജസ് ആണോ, സ്ട്രെങ്തിനെ കുറിച്ചും അറിയാം, പിന്നെ ചാർജ്ഡ് ആണോ അൺചാർജ്ഡ് ആണോ എന്നും അറിയാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ അപ്പാരറ്റസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ അതിൻ്റെ ഫിഗർ ആണെങ്കിൽ ഇതാണ്. ഒരു മുകളിലൊരു മെറ്റൽ നോബുണ്ട്, അതിൻ്റെ ഒരു മെറ്റൽ റോഡുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റോഡിൻ്റെ എൻഡിലായിട്ട് ഒരു ഗോൾഡ് ലീഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പേപ്പറിനെ എടുത്ത് മടക്കി ഇടുന്ന പോലെ രണ്ട് ഗോൾഡ് ലീഫുകൾ, രണ്ട് ചെറിയ ഫൈൻ ആയിട്ടുള്ള രണ്ട് ലീഫുകൾ ഇതിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ജാറിനകത്ത്, അതായത് എയർ കടക്കാത്ത ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ജാറിനകത്ത് ഇതിനെ ഇറക്കി വെച്ചേക്കുന്നു. മുകളിൽ ഒരു ഇൻസുലേറ്റിംഗ് കൊണ്ട് ഒരു അടപ്പ് ക്ലോസ് ചെയ്തിട്ടേക്കുന്നു. ഇനി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ബോഡിയെ ഇവിടെ ഒരു ബോഡി ഈ നോബിന് അടുത്തോട്ട് കൊണ്ടുവരികയാണ്. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി. നിങ്ങൾക്ക് ഇതിനെ ഈ നോബുമായി കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നും ടെസ്റ്റ് ചെയ്യാം, കോണ്ടാക്റ്റിൽ വരുത്താതെയും ടെസ്റ്റ് ചെയ്യാം. കോണ്ടാക്റ്റിൽ വച്ചാലുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇതൊരു കണ്ടക്ടറാണ്, മെറ്റലാണ്, കണ്ടക്ടറാണ്. അപ്പോൾ കൊണ്ടുവരുന്നത് ചാർജ്ഡ് ബോഡി ആയതുകൊണ്ട് ഇതിൽ നിന്ന് ചാർജസ് ഇതിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ചാർജ്ഡ് ബോഡിക്കകത്തുള്ള ചാർജുകൾ നഷ്ടപ്പെടും. ഇനി വിത്തൗട്ട് കോണ്ടാക്റ്റിൽ, അതായത് ബൈ ഇൻഡക്ഷൻ മൂലവും നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ഇൻഡക്ഷൻ മെത്തേഡാണ്, വിത്തൗട്ട് കോണ്ടാക്റ്റാണ്. അപ്പോൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ ഞാൻ ഈ മെറ്റൽ നോബിന് നിയർ ബൈ ആയിട്ട് കൊണ്ടുവരികയാണ്. ഇതൊരു കണ്ടക്ടറാണ്. കണ്ടക്ടറിൽ ഈ ഗോൾഡാണ് ഏറ്റവും നല്ല കണ്ടക്ടർ. അപ്പോൾ ഇവിടെ ഒരു ഗോൾഡ് ലീഫ് ഉണ്ട്. ഇവിടെ ഒരു പോസിറ്റീവ്ലി ചാർജ് കണ്ടക്ടറിനെ കൊണ്ടുവരുമ്പോൾ ഈ ഗോൾഡിൽ നിന്നും ഇലക്ട്രോണുകൾ നേരെ ഈ മെറ്റാലിക് കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്ത് ഈ എൻഡിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ഈ ബോഡിയുടെ എൻഡിലേക്ക് എത്തിച്ചേരും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഗോൾഡ് ലീഫിൽ നിന്ന് ഒരു 4 ഇലക്ട്രോണുകൾ നേരെ മൂവ് ചെയ്ത് ഈ പാർട്ടിലെത്തി എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 പോസിറ്റീവ് ചാർജുകൾ ഫോം ചെയ്യും. കാര്യം ഇനിഷ്യലി ഇത് ന്യൂട്രൽ ആയിരുന്നു. ഒരു ചാർജ്ഡ് ബോഡിയെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇതിൽ നിന്നും ഇലക്ട്രോണുകൾ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജുകൾ ലെഫ്റ്റ് ചെയ്യപ്പെടും, അങ്ങനെ ഇവിടെ പോസിറ്റീവ് കാണപ്പെടും. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചു, ലൈറ്റ് ചാർജുകളാണെങ്കിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ രണ്ട് ലീഫുകളും തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് വരും. ഇത് രണ്ടും അവിടെ നിന്ന് എക്സ്പാൻഡ് അകലാൻ തുടങ്ങും. ഇനി നമ്മൾ കൊണ്ടുവന്ന ബോഡിയുടെ അതിൽ ചാർജുകളുടെ സ്ട്രെങ്ത് കൂടുതലാണ് എങ്കിൽ ഇവ തമ്മിലുള്ള അകൽച്ചയും വളരെ കൂടുതലായിരിക്കും. ഒരു സ്മോൾ ചാർജ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇത് ജസ്റ്റ് ഒരു ചെറിയ സെപ്പറേഷൻ മാത്രമേ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അപ്പം സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്കിതൊരു ചാർജ്ഡ് ബോഡിയാണ് എന്ന് മനസ്സിലാക്കാം. സെപ്പറേഷൻ്റെ അളവ് കൂടുതലാണ് എങ്കിൽ കൊണ്ടുവന്ന ബോഡിക്കകത്ത് ചാർജിൻ്റെ സ്ട്രെങ്തും കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു ബോഡിക്കകത്തുള്ള ചാർജിൻ്റെ പ്രസൻസ് നമുക്ക് ഈ ഒരു അപ്പാരറ്റസ് ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന അപ്പാരറ്റസും അതിൻ്റെ വർക്കിങ്ങിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് ഇലക്ട്രിക് ചാർജസ് എന്താണെന്നും ആ ഒരു ചാർജിൻ്റെ ഇൻട്രൊഡക്ടറി ഏരിയ അതുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റുകളാണ് നമ്മൾ പഠിച്ചത്. ഇതുവരെ ആയിട്ട് നമ്മൾ മെയിനായിട്ടും ചാപ്റ്ററിലായിട്ട് കടന്നിട്ടില്ല. ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്ന ടോപ്പിക് തൊട്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന നമ്മൾ ഈ ചാപ്റ്റർ മെയിനായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റുകളെല്ലാം തുടങ്ങുന്നത്. ഇതുവരെ നമുക്ക് പഠിച്ചതിനകത്ത് നിന്നും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനുകൾ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. അടുത്ത് നമ്മൾ കടക്കാൻ പോകുന്ന ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്ക്. ടോപ്പിക്കിൻ്റെ പേര് കൂളോംസ് ലോ. നമ്മൾ ചാർജസിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് പറഞ്ഞ സമയത്ത് ചാർജുകൾ തമ്മിൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ലൈറ്റ് ചാർജുകളാണെങ്കിൽ റിപ്പൽ ചെയ്യും, അൺലൈറ്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പം
ഫോഴ്സ് ഓഫ് അട്രാക്ഷനുമുണ്ട്, ഫോഴ്സ് ഓഫ് റിപ്പൽഷനുമുണ്ട്. നമുക്ക് അവിടെ നിന്നും ഫോഴ്സിൻ്റെ നേച്ചർ മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച്, മീൻസ് ഫോഴ്സിൻ്റെ സ്ട്രെങ്തിനെ കുറിച്ച് നമുക്ക് അവിടെ നിന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. നമുക്ക് ഫോഴ്സിൻ്റെ സ്ട്രെങ്തിനെ കുറിച്ച് ആദ്യമായി പറഞ്ഞത് കൂളോം എന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റുകളിൽ കൂടി ഒരു ലോ ഫോർവേഡ് ചെയ്തു. ആ ലോയാണ് കൂളോംസ് ലോ. ഇനി ഈ ലോയെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങൾ +1 ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ സർ ഐസക് ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചു. അതൊരു ഇൻവേഴ്സ് സ്ക്വയർ ലോ ആയിരുന്നു. സെയിം തന്നെയാണ് കൂളോംസ് ലോ എന്ന് പറയുന്നത്. അവിടെ 2 മാസീവായിട്ടുള്ള ബോഡികൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നിങ്ങൾ കണ്ടെത്തി, അതിനെക്കുറിച്ചുള്ള ലോ ആയിരുന്നു. ഇവിടെ വരുമ്പം ആ മാസീവ് ബോഡി എന്നതിന് പകരം ചാർജ്ഡ് ബോഡികളാകുന്നു. 2 ചാർജ്ഡ് ബോഡികൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷനെ കുറിച്ച് പറയുന്നു. ലോയുടെ ഫോം എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ലോയുടെ സെയിം ഫോം തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. അത് നമുക്ക് പഠിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ ലോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ടേമിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടണം. എന്താണ് ഒരു പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കഴിഞ്ഞ വർഷം ഫിസിക്സിനകത്ത് പല ഡെറിവേഷനകത്തും പോയിന്റ് മാസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ എന്ന ടേം കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു പോയിന്റ് മാസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ബോഡിയുടെ സൈസ് അത് ട്രാവൽ ചെയ്യാൻ സാധ്യതയുള്ള ഡിസ്റ്റൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിളി സ്മോൾ ആണെങ്കിൽ നമുക്ക് ആ ബോഡികളെ എല്ലാത്തിനെയും എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു? പോയിന്റ് മാസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ എന്ന് അസ്യൂം ചെയ്യാം. അതുപോലെ തന്നെയാണ് പോയിന്റ് ചാർജ്. പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ ലീനിയർ സൈസ് 2 ചാർജുകൾ തമ്മിലുള്ള സെപ്പറേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിളി സ്മോൾ ആണെങ്കിൽ അത്തരം ചാർജുകളെ എല്ലാത്തിനെയും നമുക്ക് പോയിന്റ് ചാർജ് എന്ന് പറയാം. ഒരു ചാർജ്ഡ് ബോഡിയുടെ ലീനിയർ സൈസ് മറ്റൊരു ചാർജിൽ നിന്നുള്ള ഈ ബോഡിക്കുള്ള സെപ്പറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് എങ്കിൽ അത്തരം ചാർജസിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ചാർജസ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ സെയിം കൺസെപ്റ്റ് തന്നെ. അവിടെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു, ഇവിടെ അവ തമ്മിലുള്ള സെപ്പറേഷൻ പറയുന്നു. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് ലോയിലോട്ട് കിടക്കാം. എന്താണ് കൂളോംസ് ലോ പറയുന്നത്? ഞാനിവിടെ 2 പോയിന്റ് ചാർജുകളെ കൺസിഡർ ചെയ്യുകയാണ്. Q1 എന്നൊരു പോയിന്റ് ചാർജും Q2 എന്ന മറ്റൊരു പോയിന്റ് ചാർജും. ഈ 2 ചാർജുകളെയും ഒരു r ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു കൂളോം, the force of electrostatic force of interaction between the 2 charges means the force of attraction or repulsion between these 2 point charges is directly proportional to the product of the charges and inversely proportional to the square of the distance between the charges. തീർന്നില്ല, ഒരു ചെറിയൊരു വാൽ കഷ്ണം കൂടെ ഉണ്ട്. ആൻഡ് ദിസ് ഫോഴ്സ് ആക്ട് അലോങ് ദ സ്ട്രൈറ്റ് ലൈൻ ജോയിനിങ് ദ 2 ചാർജസ്. ഓക്കെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ, ഈ 2 പോയിന്റ് ചാർജുകളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻ്ററാക്ഷൻ, ഈ 2 ചാർജിൻ്റെയും പ്രോഡക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതുപോലെ ഇത് 2 തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ അതിൻ്റെ സ്ക്വയറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഈ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് 2 ചാർജിനെയും കൂടെ ചേർത്തുകൊണ്ട് നിങ്ങളൊരു സ്ട്രൈറ്റ് ലൈൻ കൺസിഡർ ചെയ്താൽ ആ സ്ട്രൈറ്റ് ലൈനിൽ കൂടിയായിരിക്കും എപ്പോഴും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതാണ് കൂളോംസ് ലോ. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കിടക്കാം. പറഞ്ഞു തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ്, അതിനൊന്ന് ഇംഗ്ലീഷിൽ സ്റ്റേറ്റ്മെൻ്റ് ആക്കി പറയുകയാണ്. എന്താണ്? അക്കോർഡിംഗ് ടു കൂളോംസ് ലോ, the electrostatic force of interaction between 2 point charges is directly proportional to the product of the charges and inversely proportional to the square of the distance between the charges and act along the straight line joining the 2 charges. Okay. The electrostatic force of interaction between 2 point charges is directly proportional to the product of the charges and inversely proportional to the square of the distance between the charges and act along the straight line joining the 2 charges. അപ്പോൾ നമുക്കൊന്ന് ഇക്വേഷനാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എഫ് 2 ചാർജുകളും തമ്മിലുള്ള പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ദാറ്റ് ഈസ് എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2. അടുത്ത്
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ഇൻവേഴ്സ്ലി ആകുമ്പോൾ 1/. ഈ രണ്ട് സ്റ്റെപ്പും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 by R square, or F equal to an arbitrary constant K into Q1 Q2 by R square. അപ്പോൾ ഇതാണ് കൂളോംസ് ലായുടെ ഫോം. F equal to K into Q1 Q2 by R square. ഇതൊരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണെന്ന് മാത്രമേ പറഞ്ഞോളൂ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാനുണ്ട്. ഓക്കെ, അപ്പോൾ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ഇക്വേഷനും കൂളോംസ് ഫോഴ്സ് F ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ. ഇനി ഈ കെയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കെ എന്ന ഈ ആർബിട്രറി കോൺസ്റ്റൻറ്റ് രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, കെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടറുകൾ. ഒന്ന് ദ യൂണിറ്റ് സിസ്റ്റം. നമ്മളിവിടെ ഡിസ്റ്റൻസും ചാർജുകളും ഏത് യൂണിറ്റ് സിസ്റ്റത്തിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്? കഴിഞ്ഞ വർഷം നിങ്ങൾ സിസ്റ്റം ഓഫ് യൂണിറ്റുകൾ 4 പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് സിസ്റ്റം ഓഫ് യൂണിറ്റുകൾ അനുസരിച്ചാണ് ഇവിടെ ക്വാണ്ടിറ്റികൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സെക്കൻഡ് വൺ, ദ നേച്ചർ ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ ദ ചാർജസ്. ചാർജുകൾക്കിടയിലുള്ള മീഡിയത്തിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ രണ്ട് ഫാക്ടറുകൾക്കനുസരിച്ചാണ് ഈ കോൺസ്റ്റൻറ്റ് കെയുടെ വാല്യൂ തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, ഇൻ SI സിസ്റ്റം നിങ്ങൾ ഉപയോഗിച്ചത് SI സിസ്റ്റം അനുസരിച്ചുള്ള യൂണിറ്റുകളാണ്. അതുപോലെ മീഡിയം എയർ ആണ്. SI സിസ്റ്റം പ്രകാരമുള്ള യൂണിറ്റുകളാണ് യൂസ് ചെയ്തത്. അതുപോലെ ചാർജുകൾക്കിടയിലുള്ള മീഡിയം എയറുമാണെങ്കിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് K ഈക്വൽ ടു 1/4π, ഒരു പുതിയൊരു കോൺസ്റ്റൻറ്റ് നമ്മളതിനെ വായിക്കുന്നത് അപ്സലോൺ 0 എന്ന് പറയും. 1/4π അപ്സലോൺ 0. അപ്സലോൺ 0 എന്നോ അല്ലെങ്കിൽ അപ്സലോൺ നോട്ട് എന്നോ പ്രൊനൗൺസ് ചെയ്യാം. അതിൽ കൂടുതലും അപ്സലോൺ 0 എന്നാണ് പറയുന്നത്. K ഈക്വൽ ടു 1/4π അപ്സലോൺ 0. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താവും? 1/4π അപ്സലോൺ 0 Q1 Q2 ബൈ R സ്ക്വയർ. അപ്പോൾ കൂളംസിലാക്കി ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം, അതുപോലെ ഇതും ഉപയോഗിക്കാം. ഓക്കെ, അപ്പം കെ എന്ന ആർബിട്രറി കോൺസ്റ്റൻറ്റ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് രണ്ട് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അതിൽ യൂണിറ്റുകൾ SI സിസ്റ്റം പ്രകാരത്തിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. മീഡിയം എയറുമാണെങ്കിൽ കെയുടെ വാല്യൂ K ഈക്വൽ ടു 1/4π അപ്സലോൺ 0. അപ്പം കൂളംസിലയുടെ രണ്ട് ഇക്വേഷനുകളും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ഇനി നമുക്ക് ഈ കോൺസ്റ്റൻറ്റിനെ കുറിച്ച് പറയാം. അപ്സലോൺ 0 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് അപ്സലോൺ 0 അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്വം. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്വം, ഇതാണ് അപ്സലോൺ 0യുടെ പേര്. ഇനി ഇതിൻ്റെ വാല്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്സലോൺ 0 എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റിയുടെ വാല്യൂവിനെ, ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്സലോൺ 0യുടെ വാല്യൂ 8.854 ഇൻറ്റു 10⁻⁻12 കൂളോം സ്ക്വയർ N⁻⁻1 m⁻⁻². അപ്സലോൺ 0യുടെ പേര് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്വം. ഇതിൻ്റെ വാല്യൂ 8.854 ഇൻറ്റു 10⁻⁻12 കൂളോം സ്ക്വയർ N⁻⁻1 m⁻⁻². അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ആ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/4π അപ്സലോൺ 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. 4π അപ്സലോൺ 0 ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ഈ വാല്യൂകളെല്ലാം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ K ഈക്വൽ ടു 9 ഇൻറ്റു 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളോം ⁻⁻². K ഈക്വൽ ടു 9 ഇൻറ്റു 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളോം ⁻⁻². അപ്പം ഈ ഇക്വേഷൻ വേണമെങ്കിൽ കൂളോംസിലെ ഒന്ന് മാറ്റി ഒന്നും കൂടെ എഴുതുകയാണെങ്കിൽ F ഈക്വൽ ടു 9 ഇൻറ്റു 10⁻⁹ Q1 Q2 ബൈ R സ്ക്വയർ. ഇങ്ങനെയും നമുക്ക് മാറ്റി എഴുതാം. F ഈക്വൽ ടു 9 ഇൻറ്റു 10⁻⁹ Q1 Q2 ബൈ R സ്ക്വയർ. അപ്പോൾ കെയുടെ വാല്യൂ 9 ഇൻറ്റു 10⁻⁹ ആണ്. ഇതെപ്പോഴും ഓർത്ത് വെച്ചോളണം. കാര്യം നമുക്ക് പ്രോബ്ലം കിട്ടുമ്പം നമുക്ക് ഈ വാല്യൂ ഡയറക്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത്രയും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ,
അപ്പോൾ കൂളംസ് ലായുടെ സ്റ്റേറ്റ്മെൻറ്റ്, നമുക്കതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ കാര്യങ്ങൾ. ഇനി അടുത്ത് പറയാനുള്ളത്, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് രണ്ട് ചാർജുകൾക്കിടയിലുള്ള മീഡിയം എയർ എന്ന അസംഷനിലാണ് നമ്മൾ ഇതുവരെ കാര്യങ്ങൾ എടുത്ത് വന്നത്. ഇനി എയർ എന്നതിന് പകരം ചാർജുകൾക്കിടയിലുള്ള മീഡിയം മറ്റേതെങ്കിലും ആണ് എങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. എന്താണ് അതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട ഒരു മെയിൻ പോയിന്റ്, രണ്ട് ചാർജുകൾക്കിടയിൽ മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ചാർജുകൾക്കിടയിലുള്ള മീഡിയം ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം, അതായത് എയർ അല്ലെങ്കിൽ വാക്വം ആയിരിക്കണം. എയർ അല്ലെങ്കിൽ വാക്വം, ഈ മീഡിയത്തിലാണ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാക്സിമം ആകുന്നത്. ഇനി നിങ്ങൾ എയർ അല്ലെങ്കിൽ വാക്വം അല്ലാതെ ഈ ചാർജുകൾക്കിടയിൽ മറ്റേതെങ്കിലും ഒരു മീഡിയം പ്ലേസ് ചെയ്യുകയാണ് എങ്കിൽ ആ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യും, കുറയും. അത് എന്തുകൊണ്ട് എന്ന് നമുക്ക് നോക്കാം. ചാർജുകൾക്കിടയിൽ നിങ്ങൾ മീഡിയം എന്തെങ്കിലും വയ്ക്കുകയാണ് എങ്കിൽ കെയുടെ വാല്യൂ, ആ സമയത്ത് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 എപ്സിലോൺ r എന്നാണ്. 1/4πε0 എപ്സിലോൺ r. ഒരു പുതിയ ടേമും കൂടെ ഇതിനോടൊപ്പം ചേരും. നമ്മൾ നേരത്തെ കെയ്ക്ക് വാല്യൂ 1/4πε0 ആയിരുന്നു. അത് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വത്തിൽ വരുമ്പോഴാണ് കെയുടെ വാല്യൂ 1/4πε0 ആകുന്നത്. ഇനി ഏതെങ്കിലും ഒരു മീഡിയം, ഒരു ഇൻ്റർവീനിങ് മീഡിയം ഇതിനിടയിൽ പ്ലേസ് ചെയ്യുകയാണ് എങ്കിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 എപ്സിലോൺ r. ഇതിൽ ഈ എപ്സിലോൺ r എന്ന് പറയുന്ന ഈ ടേമിൻ്റെ പേര് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. എപ്സിലോൺ ആറിൻ്റെ പേര് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. എയർ ആണെങ്കിൽ, ഇൻ ദ കേസ് ഓഫ് എയർ ആണ് മീഡിയെങ്കിൽ എയറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആറിൻ്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ എയർ മീഡിയം പറഞ്ഞപ്പോൾ കെയുടെ വാല്യൂ 1/4πε0 എന്ന് പറഞ്ഞത്. എയറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 1 ആണ്. അതുകൊണ്ടാണ് എയറിൻ്റെ കേസിൽ കെ ഈക്വൽ ടു 1/4πε0 ആകുന്നത്. അല്ലാത്ത വേറെ ഏത് മീഡിയം വച്ചാലും ഫോഴ്സ് എഫ് ഈക്വൽ ടു 1/4πε0 എപ്സിലോൺ r q1 q2/r². അപ്പം എപ്സിലോൺ r എന്ന് പറയുന്ന ഈ പുതിയ ടേം ഡിനോമിനേറ്ററിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഫ്രാക്ഷൻ്റെ വാല്യൂ ചെറുതാവും, അതായത് ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. അതാണ് നമ്മൾ തൊട്ടു മുന്നിൽ പറഞ്ഞത്. മീഡിയം എയർ അല്ലെങ്കിൽ വാക്വം ആണെങ്കിൽ ഫോഴ്സ് മാക്സിമം ആയിരിക്കും. അതല്ലാത്ത മറ്റേത് മീഡിയത്തിലായാലും അവിടെ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് കുറയും, ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഈ എപ്സിലോൺ ആറിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഒന്ന് ഡിഫൈൻ ചെയ്താൽ എപ്സിലോൺ r ഈക്വൽ ടു എന്താണ് ε/ε0. ഇതാണ് എപ്സിലോൺ ആറിൻ്റെ ഇക്വേഷൻ. ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദാറ്റ് ഓഫ് ഫ്രീ സ്പേസ്. ഒരു ആ മീഡിയത്തിൻ്റെ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയും ഫ്രീ സ്പേസിൻ്റെ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയും തമ്മിലുള്ള റേഷ്യോയെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. ഇനി ഈ എപ്സിലോൺ ആറിന് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എന്ന് പറഞ്ഞു. ഇതിന് ഇതല്ലാതെ മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറയും. നമ്മൾ ഈ ടേം ഈ ചാപ്റ്ററിൽ അങ്ങനെ നമ്മൾ കേൾക്കത്തില്ല. സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് അത്യാവശ്യം വേണ്ടൊരു ടേമാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അതിനെ ക്യാപിറ്റൽ കെ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ക്യാപിറ്റൽ കെയും എപ്സിലോൺ ആറും, അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയവും ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, ഇത് രണ്ടും ഒരൊറ്റ ടേം തന്നെയാണ്. ഓക്കെ, അപ്പം റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം to that of free space.